റേഷൻ വ്യാപാരികളുമായുള്ള ഭക്ഷ്യമന്ത്രിയുടെ ചർച്ച പരാജയം. റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. 8, 9 തീയതികളിൽ റേഷൻ കട അടച്ചിട്ട് പണിമുടക്ക് സമരം. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, പ്രധാനമായും ചർച്ചയിലെ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? പരാജയത്തിലേക്ക് ചർച്ച നീങ്ങാനിടയായ സാഹചര്യം എന്തൊക്കെയാണ്? ഒടുവിൽ ഇതാ സമരത്തിലേക്കും അവർ കടക്കുകയാണല്ലോ. സംഗീത വേതന പരിഷ്കരണം, കമ്മീഷൻ കുടിശ്ശിക വിതരണം, കോടതി വിധി അനുസരിച്ചുള്ള സൗജന്യ കിറ്റ് വിതരണം ചെയ്ത വകയിലെ കമ്മീഷൻ, കൂടാതെ ക്ഷേമനിധിയുടെ പുനരുദ്ധാരണം, ആരോഗ്യ ഇൻഷുറൻസ്, ഇക്കാര്യങ്ങൾ നടപ്പിലാക്കണം. ഇതിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന നിർദ്ദേശമനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ചർച്ചയിലേക്കാണ് ഇന്ന് മന്ത്രിയും ധനമന്ത്രിയും ഉൾപ്പെടെയുള്ളവരുമായി റേഷൻ ഡീലേഴ്സ്, റേഷൻ കടയുടമകൾ ചർച്ച നടത്തിയത്. പക്ഷെ ആ ചർച്ച പരാജയപ്പെട്ടതനുസരിച്ച് 8, 9 തീയതികളിൽ കടയടച്ച് സമരത്തിലേക്ക് ഇപ്പോൾ റേഷൻ കടയുടമകൾ നീങ്ങിയിരിക്കുകയാണ്. 8, 9 തീയതികളിൽ ഈ കടയടച്ച് സമരം നടത്തുമ്പോൾ അത് സ്വാഭാവികമായി 4 ദിവസത്തെ റേഷൻ കടകളുടെ അവധി ദിനങ്ങളിലേക്കായിരിക്കും എത്തുക. കാരണം 6-ാം തീയതി റേഷൻ കടകൾ അവധിയാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും 7 ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയും റേഷൻ കടകൾ തുറക്കുന്നില്ല. അപ്പോൾ 4 ദിവസം റേഷൻ വിതരണം തന്നെ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങും. ഈ പ്രധാനമായും ഈ റേഷൻ കടയുടമകൾ ഇപ്പോൾ വ്യക്തമാക്കിയത്, സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കിയത്, നിരവധി തവണ സർക്കാരിനോട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. അപ്പോൾ സർക്കാർ ഇപ്പോൾ പരിഗണിക്കാം എന്ന് പറഞ്ഞ് അത് മാറ്റുകയായിരുന്നു. അതിനുശേഷം ഇന്ന് നടത്തിയ ചർച്ചയിലും 10-ാം തീയതിക്ക് ശേഷം ഇക്കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് പറയുന്നു. ഈ റേഷൻ ഡീലേഴ്സിന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ റിപ്പോർട്ടിലെ കാര്യങ്ങൾ എന്തെന്നോ ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമരം, ഈ 2 ദിവസത്തെ കടയടപ്പ് സമരത്തിലും സർക്കാർ തീരുമാനമെടുത്തില്ലെങ്കിൽ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ റേഷൻ കടയുടമകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും റേഷൻ കടകൾ 4 ദിവസം പൂർണ്ണമായും അടഞ്ഞുകിടക്കും. അതായത് പൊതുവിതരണ സംവിധാനം തന്നെ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ ഈ റേഷൻ കടയുടമകളുടെ സമരം ബാധിക്കും, ആ ഒരു തരത്തിലേക്ക് ബാധിക്കും എന്ന രീതിയാണ് ഉണ്ടാകുന്നത്. സംഗീതം. ശരി ചന്തു, സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിത സമരത്തിലേക്ക്, ഒരു സൂചനാ പണിമുടക്കിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണുള്ളത്. 8, 9 തീയതികളിൽ റേഷൻ കട അടച്ചിട്ടവർ പണിമുടക്ക് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. റേഷൻ വ്യാപാരികളും ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയമായതിനാലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വ്യാപാരികൾ കടക്കുന്നത്.